എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പലപ്പോഴും പല വാർത്തകളും തെറ്റായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ചില വാർത്തകൾ പൂർണ്ണമായും റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കാറുമുണ്ട്. എന്താണ് ഇതിനെയൊക്കെ തന്നെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്നെനിക്കറിയില്ല. പക്ഷേ എന്തായാലും അങ്ങനെ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാതെ പോയ, എന്നാൽ നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 2 വർഷം മുൻപാണ് കേരളത്തിൽ എലത്തൂരിൽ ഒരു ട്രെയിൻ തീവെപ്പ് കേസുണ്ടായത്. ആ കേസിൽ ഡൽഹി സ്വദേശിയായ ഷാരൂഖ് സൈഫി എന്നൊരാൾ അറസ്റ്റിലായിരുന്നു. അയാൾ മാത്രമായിട്ടാണ് അത് ഓർഗനൈസ് ചെയ്തത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട്. അയാൾക്ക് ബാഹ്യ സമ്മർദ്ദമോ അല്ലെങ്കിൽ ബാഹ്യ സഹായമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും സ്വേച്ഛയാൽ അയാൾ ചെയ്തിരുന്ന ഒരു കുറ്റകൃത്യമായിരുന്നു ഇത് എന്നുമാണ് കണ്ടെത്തിയത്. അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇയാളൊരു റാഡിക്കലായിട്ടുള്ള ഒരു എലമെൻ്റ് ആയിരുന്നുവെന്നും മതത്തിനെ വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി അയാൾ ശ്രമിച്ചിരുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇയാളെക്കുറിച്ച് ഈ വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ പൊതുമധ്യത്തിലുള്ളതാണ്, നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം നമ്മുടെ നാട്ടിലുള്ള മലയാളത്തിൽ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടത് 2 മാധ്യമങ്ങളിലാണ്. ദൃശ്യമാധ്യമങ്ങൾ അങ്ങനെ കാര്യമായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുമില്ല. എന്നാൽ നമ്മളെല്ലാവരും തന്നെ അറിയേണ്ടതുമായിട്ടുള്ള ഒരു വിവരമാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. തുടർന്ന് കാണുക. നമുക്കറിയാം, ഈ കേസിലെ ഒരേ ഒരു പ്രതിയായ ഷാരൂഖ് സൈഫി ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലാണ്. അയാൾക്കെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. ഇപ്പോൾ വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇയാൾ കോടതിയോട് പറഞ്ഞത് അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അയാൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഉടനെയൊന്നും തന്നെ ഈ കാര്യത്തിൽ വിചാരണ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നും അതിനാൽ തനിക്ക് ഒരു ബെയിൽ കിട്ടാനുള്ള അർഹതയുണ്ട് എന്നുമാണ്. ഇതിൽ തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇയാൾ പറയുന്നത് താൻ ചെയ്തിരിക്കുന്ന കുറ്റം എന്താണ് എന്ന് അന്വേഷണ ഏജൻസി വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നാണ്. നമുക്കറിയാം, ഇയാൾ ട്രെയിനിലുണ്ടായിരുന്ന ആൾക്കാരുടെ മേൽ അതേപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റിലൊക്കെ തന്നെ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. അതിനുശേഷം അയാൾ തീ കൊളുത്തുകയായിരുന്നു. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രമിച്ചു. എന്നാൽ ഇതിൽപ്പെട്ട് 3 ആൾക്കാർ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കൊല്ലപ്പെട്ട 3 ആൾക്കാരുടെയും മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടിയത് മൂലമാണ്, അതല്ലാതെ തീപിടുത്തം കൊണ്ടല്ല എന്നാണ് ഇയാൾ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് തൻ്റെ പ്രവൃത്തികളല്ല ഈ ആൾക്കാരുടെ മരണത്തിൽ കലാശിച്ചത് എന്നും അതുകൊണ്ട് തന്നെ വിചാരണ നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ജാമ്യം കിട്ടണമെന്നുമാണ് ഇയാൾ കോടതിയോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇയാൾക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് തന്നെയല്ല, അത് നിഷേധിക്കുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിരുന്നു. ആ കാരണമാണ് എന്താണെന്ന് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത നമ്മുടെ നാട്ടിലുള്ള പല പ്രമുഖ മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഒരനാസ്ഥ. അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് മാധ്യമം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഈ വാർത്തയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ദി NIA, as quoted in the court order, said the New Delhi native felt remorse for his lifestyle and wanted to become a true Muslim. അതായത് തൻ്റെ ജീവിത രീതികളിൽ ഷാരൂഖ് സൈഫിക്ക് വലിയ തൃപ്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൻ്റെ ജീവിത രീതിയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവുകയും താനൊരു ഉത്തമനായ മുസ്ലിമായി മാറുകയും ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഷാരൂഖ് സൈഫി എടുത്തു എന്നാണ് NIA പറയുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് എന്താണ് അയാൾ ചെയ്തത് എന്ന്. ഫോർ ദിസ് ഹി ടേൺഡ് ടു ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ടു ലേൺ അബൌട്ട് വയലൻറ്റ് ജിഹാദ് ആസ് പ്രൊപ്പഗേറ്റഡ് ബൈ റാഡിക്കൽ ഇസ്ലാമിക് പ്രീച്ചേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തമനായ മുസ്ലിമായി മാറുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അയാൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പരതുകയും അങ്ങനെ വയലൻ്റ് ജിഹാദ്, അതായത് വളരെ വന്യമായിട്ടുള്ള അക്രമാസക്തമായിട്ടുള്ള ജിഹാദ് ചെയ്യണം എന്നതിനെക്കുറിച്ച് പല റാഡിക്കൽ മുസ്ലിം പ്രീച്ചേഴ്സും പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെപ്പറ്റി അങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തുന്ന പല ആൾക്കാരുടെയും വീഡിയോകൾ ഇയാൾ കാണാനിടയായി എന്നാണ് പറയുന്നത്. ഹി ഡിസൈഡഡ് ദാറ്റ് ദ ഷോർട്ടസ്റ്റ് വേ ടു അബ്സല്യൂഷൻ ഫോർ ഹിസ് സിൻസ് വാസ് ത്രൂ ദ കില്ലിംഗ് ഓഫ് കാഫിർസ് ഓർ നോൺ ബിലീവേഴ്സ് ആൻഡ് ഡിസൈഡഡ് ടു കമ്മിറ്റ് എ ക്രൈം ഓഫ് മസാക്കർ ആൻഡ് ടെറർ, ഇറ്റ് സെഡ്. അതായത് NIA പറയുന്നത് ഇയാളുടെ ജീവിത രീതിയെല്ലാം തന്നെ മനസ്സിലാക്കി അയാളെ ഇൻ്ററോഗേറ്റ് ചെയ്തതിന് ശേഷം NIA മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ഉത്തമനായ മുസ്ലിമായി മാറുന്നതിന് വേണ്ടി അയാൾ വയലൻ്റ് ആയിട്ടുള്ള അക്രമാസക്തമായിട്ടുള്ള ജിഹാദ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അയാളുടെ പാപങ്ങളെല്ലാം തന്നെ കഴുകിക്കളയുന്നതിനു വേണ്ടി ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം അവിശ്വാസികളായിട്ടുള്ള കാഫിർ എന്ന് വിളിക്കപ്പെടുന്ന അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ കൊല്ലുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് അയാൾ മനസ്സിലാക്കി എന്നാണ്. അങ്ങനെ എ ക്രൈം ഓഫ് മസാക്കർ ആൻഡ് ടെറർ, ഒരു കൂട്ടക്കൊല ഭീതി വിതച്ചുകൊണ്ട് ചെയ്യണം എന്നയാൾ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ദി ഏജൻസി സെഡ് സൈഫി ചോസ് ടു ക്യാരി ഔട്ട് ഹിസ് ഇൻറ്റൻഡഡ് ജിഹാദ് ഇൻ എ പ്ലേസ് ഹി വുഡ് നോട്ട് ബി ഈസിലി ഐഡൻറ്റിഫൈഡ്. അയാളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഇത്തരത്തിലുള്ള ഒരു തീവ്രമായിട്ടുള്ള ജിഹാദ് ചെയ്യണം എന്ന് അയാൾ തീരുമാനിച്ചു എന്നാണ് NIA മനസ്സിലാക്കുന്നത്.
അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹി സ്വദേശിയായിട്ടുള്ള ഇയാൾ അയാളെ പെട്ടെന്ന് തിരിച്ചറിയാത്ത കേരളത്തിലേക്ക് എത്തുന്നതും കേരളവും തമിഴ്നാടും ഒക്കെ തന്നെ അയാൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതും അവസാനം നമ്മുടെ നാട്ടിലുള്ള ഈ ട്രെയിനിൽ ഇങ്ങനെ ഒരു കൂട്ടക്കൊല നടത്താം, അതുവഴി അയാൾക്കൊരു സാൽവേഷൻ കിട്ടും എന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനത്തിൽ അയാൾ എത്തുന്നതും എന്നാണ്. ഇത് കേട്ടതോടുകൂടി ഇയാൾക്ക് യാതൊരു വിധത്തിലുള്ള ജാമ്യ അർഹതയുമില്ല എന്ന് NIA കോടതി തീരുമാനിക്കുന്നു. ഇയാളുടെ ഈ അപ്പീൽ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്തത് എന്നാണ്. മതപരമായിട്ട് തെറ്റായ സന്ദേശങ്ങൾ നൽകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ, മതത്തിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയല്ല എന്നുള്ള ബോധ്യത്തിലാണോ, അതോ എന്തെങ്കിലും ഒരു പ്രീണനത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെയുള്ള വാർത്തകളെ റിപ്പോർട്ട് ചെയ്യാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഇത് റിപ്പോർട്ട് ചെയ്യാവുന്ന ഒരു കോടതി വ്യവഹാര നടപടിയാണ്. അതുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവിനെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇത് വാർത്ത ചെയ്യുന്നത്. മലയാളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂസ് 18 ജനം TV ഒക്കെ അടക്കമുള്ള വളരെ ചുരുക്കം മാധ്യമ സ്ഥാപനങ്ങൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്. ഒരു ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ ഡെവലപ്മെൻറ്റുകളും വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലൈവ് ബ്രോഡ്കാസ്റ്റ്, അന്വേഷണത്തിൻ്റെ രീതികൾ ഒക്കെ തന്നെ ഏറ്റവും കൃത്യമായിട്ട് അപ്പോൾ തന്നെ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ ഒരു കേസിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർ, സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ ശ്രമിച്ചിരുന്നതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല പുതിയ വെളിപ്പെടുത്തലുകളും വരുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ആൾക്കാരും എന്തുകൊണ്ട് മടിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ അവരോട് ചോദിക്കേണ്ടത്. കാരണം താനൊരു ഉത്തമനായ മുസ്ലിമായി മാറണമെങ്കിൽ താൻ അക്രമാസക്തമായിട്ടുള്ള ജിഹാദ് ചെയ്യണമെന്നും അതിന് അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെയാണ് താൻ കൊന്നൊടുക്കേണ്ടത് എന്നും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക വഴി മാത്രമേ തൻ്റെ പാപങ്ങളെല്ലാം തന്നെ കഴുകിക്കളയാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ഇയാൾ തീരുമാനിച്ചുവെന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ റാഡിക്കലായിട്ട് ചിന്തിക്കുന്ന പല പ്രഭാഷകരുടെയും വാക്കുകൾ ഇയാൾ വിശ്വസിച്ചാണ് ഈ ഒരു പാത ഇയാൾ തിരഞ്ഞെടുത്തത് എന്നതുമാണ് ഇതിൻ്റെ സാരാംശം. ഇന്ത്യയിൽ നിന്നുള്ള സാഖീർ നായിക്കിൻ്റെയും പാകിസ്ഥാനിൽ നിന്നുള്ള ഇസ്രാർ അഹമ്മദിൻ്റെയും ഒക്കെ പ്രഭാഷണങ്ങളിലൊക്കെ ആകർഷണരായിട്ടാണ് ഇയാൾ ഇങ്ങനെ വളരെ റാഡിക്കലായി മാറുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അയാൾ പറയുന്നത്. ആ ഒരു ട്രാൻസ്ഫർമേഷൻ അയാൾക്കുണ്ടാകുന്നു. അങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി അയാൾ തീരുമാനിക്കുന്നു. കേരളത്തിലേക്ക് അയാൾ എത്തുന്നു. അവസാനം അയാൾ കേരളത്തിൽ നിന്ന് ഉള്ള ഒരു ട്രെയിനിൽ ഈ ഒരു കൃത്യം ചെയ്യുന്നതിന് വേണ്ടി അയാൾ തീരുമാനിക്കുകയും അതിന് വേണ്ടുന്ന ഇന്ധനമൊക്കെ തന്നെ സംഘടിപ്പിക്കുകയും അങ്ങനെ ട്രെയിനിലെത്തി അയാൾ ഈ ഒരു കുറ്റകൃത്യം ചെയ്യുകയും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇത് തെറ്റായിട്ടുള്ള മതവഴിയാണ് എന്നും മതം അനുശാസിക്കേണ്ടുന്ന ശരിയായ വഴി ഇതല്ല എന്നുമുള്ള ഒരു ചിന്ത, ആ ഒരു ഡിസ്കഷൻ സമൂഹത്തിൽ ഉണ്ടാക്കുകയും അങ്ങനെ ഒരു റിഫർമേഷൻ ഉണ്ടാവുകയും ചെയ്യുകയാണ് വേണ്ടത്. ഒരുപക്ഷെ ഷാരൂഖ് സൈഫിയെ പോലെ താൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇങ്ങനെയുള്ള റാഡിക്കലായിട്ടുള്ള ആശയങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് ചിന്തിച്ചിരിക്കുന്ന നിരവധി ആൾക്കാർ നമ്മുടെ രാജ്യത്ത് വേറെയും ഉണ്ടാകാം. അങ്ങനെയുള്ള ആൾക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് ഉപകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകളെ മുക്കിക്കളയേണ്ടതല്ല. ആ കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ വളരെ ബോൾഡായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ, തെറ്റായി മതത്തിനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ തന്നെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരും എന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ തന്നെ തള്ളിപ്പറയേണ്ടത് നമ്മുടെ നാട്ടിൽ മതം ഉദ്ഘോഷിക്കുന്ന, മതത്തിനെ പ്രചരിപ്പിക്കുന്ന, അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആത്മീയ നേതൃത്വത്തിലും രാഷ്ട്രീയമായി നിൽക്കുന്ന നേതൃത്വത്തിലുമുള്ള ആൾക്കാർ തന്നെയാണ് എന്ന് പറയുന്നതിലും നമ്മൾ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതില്ല. ഇതല്ല മതം അനുശാസിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത സമൂഹത്തിൽ ഉണ്ടായി വരേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ല എങ്കിൽ ഇത്തരത്തിലുള്ള റാഡിക്കൽ എലമെൻറ്റുകൾ ഇനിയും ഉണ്ടാവുകയും നമ്മുടെ നാട്ടിൽ അശാന്തി വിതയ്ക്കുകയും ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്കൊക്കെ തന്നെ പോവുകയും ചെയ്യും. പഹൽഗാമിൽ നമ്മൾ കണ്ടത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമല്ല. അവിടെ അതിർത്തി കടന്നു വന്നിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോട് മതപരമായ കാരണങ്ങളാൽ ഇങ്ങനെയുള്ള അനീതികളിലൊക്കെ തന്നെ ഏർപ്പെട്ടത് എങ്കിൽ ഇത് നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ എന്നാൽ തെറ്റായിട്ടുള്ള ഇൻഡോക്ട്രിനേഷൻ വഴി മതം തന്നിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് അയാളുടെ ഒരു വേർഷൻ അയാൾ മനസ്സിലാക്കി അങ്ങനെ ജിഹാദ് ചെയ്യണം എന്നുള്ള വളരെ തീവ്രമായിട്ടുള്ള ആശയങ്ങൾക്ക് അടിപ്പെട്ട് അത് ചെയ്യുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ഈ രീതിയിലത്തേക്കുള്ള ഒരു തെമ്മാടിത്തരം ചെയ്യുന്നതിന് അയാൾ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ, സമൂഹത്തിന് ആപത്തായിട്ടുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരെ അകറ്റി നിർത്തുക, അങ്ങനെയുള്ള എലമെൻറ്റുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും നൽകാതിരിക്കുക, എന്ത് ആശയങ്ങളാണോ ഇയാളെ സ്വാധീനിച്ചത് അങ്ങനെയുള്ള സ്വാധീനങ്ങളുടെ ശക്തി കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളാണ്.
എന്തായാലും ഇങ്ങനെയുള്ള വാർത്തകളെ മുക്കുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല എന്നാണ് നമ്മുടെ നാട്ടിലുള്ള മാധ്യമ സ്ഥാപനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. സമൂഹത്തിനെ നവീകരിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് കൂടി ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട്. കാരണം ജേർണലിസം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുക, ശരിയായ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുക, ആൾക്കാരിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നത് കൂടിയാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ജനങ്ങൾ അറിയേണ്ടതും ജനങ്ങൾ ചോദിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ശരിയായ മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള എലമെൻറ്റുകൾ ഇവിടെ ഉണ്ട് എന്നതിനെക്കുറിച്ചും വളരെ കൃത്യമായ ധാരണ ജനങ്ങളിലേക്ക് എത്തുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, എന്ത് കാരണത്താലായാലും ഈ വാർത്ത നിങ്ങൾ മുക്കാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.